ഇതുവരെ ചെയ്യാത്തൊരു കാര്യം നമുക്ക് ചെയ്ത് നോക്കാം. നമുക്ക് നമ്മുടെ കുട്ടികളൊക്കെ നമ്മളെ കുറിച്ചുള്ള ഒപ്പീനിയൻ ചോദിച്ചു നോക്കാം. നിനക്ക് എന്താ തോന്നിയത്? ഇതുണ്ടായിരുന്നില്ല, വീഡിയോയിൽ കാണുന്ന പോലെ അല്ലല്ലോ റിയൽ ആയിട്ട്. ഞങ്ങളായിട്ട് പറഞ്ഞതാ. നിനക്ക് എന്താ തോന്നി? ഇവിടെ ഞങ്ങളിവിടെ വന്നപ്പം എന്താണ് കുറെ ഏജൻസിയിലെ പിള്ളേര് ആരും ഇല്ലാണ്ട് അവർക്ക് എന്താ ചെയ്യണമെന്നല്ല കഷ്ടപ്പെട്ട് ഞങ്ങൾ കണ്ടായിരുന്നു. നീ എന്തേ ഉസ്ബെക്ക് ചൂസ് ചെയ്തേ? ഉസ്ബെക്കോ സത്യം പറഞ്ഞ ഞങ്ങൾ ഫസ്റ്റ് ഉമ്മ ജോർജിയ പറയുന്നു. ഉമ്മക്ക് ഇങ്ങനെ കേട്ടറിയും. ഉമ്മ ജോർജിയ പറഞ്ഞു. ഉമ്മ ഞാൻ ജോർജിയക്ക് പറഞ്ഞിട്ട് നിങ്ങളെ വിളിച്ച പോലും. അപ്പം അവിടെ എക്സ്പെൻസ് ഇത്തിരി കൂടുതലാവും, നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പം പ്രണവ് സാർ, താങ്ക്സ് ടു ഹിം, പ്രണവ് സാർ എന്നോട് പറഞ്ഞു നീ ഉസ്ബെക്കിസ്ഥാൻ നോക്കിക്കൂടെ, നിനക്ക് എന്തുകൊണ്ടാണ് പോയിക്കൂടാ. അതേപോലെ എനിക്ക് അറിയില്ല. അപ്പൊ വീണ്ടും നിങ്ങളെ ഇത്രയോട്ടെ വീഡിയോസ് കണ്ടിക്കണേ, വീണ്ടും എടുത്ത ഉസ്ബെക്കിലെ വീഡിയോസ് ഒക്കെ കണ്ടു. അപ്പൊ എനിക്ക് ഇഷ്ടമായി. പിന്നെ ഇവിടുത്തെ സീനിയേഴ്സ് ഒക്കെ, ഞാൻ എന്റെ അവിടെ പഠിക്കുന്ന സീനിയേഴ്സ് ഒക്കെ ഉണ്ട്, അവരൊക്കെ ചോദിച്ചു, അവരും കുഴപ്പമൊന്നുമില്ല പറഞ്ഞേ. അപ്പൊ കരുതി വേർത്താണ് പോവാം, അങ്ങനെ കരുതി. എങ്ങനെയുണ്ട് നമ്മളെ കൂടെയുള്ള എക്സ്പീരിയൻസ്? ഞാൻ ഫസ്റ്റ് വിളിച്ചത് ഹാഷിലിക്കാനെയാ. ഹാഷിലൊക്കെ ഞാൻ നീറ്റിന്റെ സമയത്താണ് വിളിച്ചത്. നീറ്റിന്റെ മോഡൽ എക്സാമിനൊക്കെ മാർക്ക് പറഞ്ഞിരിക്കുന്ന ഒരു ഈ സമയത്താണ് ഹാഷിലേക്ക് വിളിച്ചത്. അപ്പൊ ഹാഷിലേക്ക് എന്നോട് ഫുൾ മോട്ടിവേഷൻ. ഹാഷിലേക്ക് എന്നോട് പറഞ്ഞു നീ എന്താണ് വേണം തന്നെ ഫോഴ്സ് ചെയ്തില്ല. ഹാഷിലേക്ക് എന്നോട് പറഞ്ഞു നീ കിട്ടുമോ നോക്ക്, കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വെച്ചേക്കാം, ഒരു ഓപ്ഷൻ ആയിട്ട് അവിടെ വെച്ചേക്കാം, ഇപ്പൊ നീ പഠിക്കുന്നത്. അങ്ങനെ ഞാൻ പഠിച്ചു, എനിക്ക് കിട്ടിയില്ല. എന്നിട്ട് നീറ്റ് കഴിഞ്ഞിട്ട് നീറ്റിന്റെ കഴിഞ്ഞ രാത്രി വിളിച്ചാൽ ഹാഷിലേക്ക് പിന്നെ വിളിച്ചില്ല, അപ്പൊ ഞാൻ വരുന്നുണ്ട്. അങ്ങനെ ഫുൾ അവിടുന്ന് തൊട്ട് ഹാഷിലൊക്കെ പിന്നെ ഷിംന മാമിനെ പരിചയപ്പെടുത്തി. ക്യാമറ അങ്ങോട്ട് തിരിക്കുക, അങ്ങനെ ഒരു മനുഷ്യനെ ഇങ്ങനെ കാണിക്കട്ടെ. ഷിംന മാമിനെ ആദ്യം പറഞ്ഞപ്പോ ഹാഷിലൊക്കെ പറഞ്ഞ ഒരുമാതിരി വലിയ എന്താ പറയാ പ്രിൻസിപ്പലൊക്കെ പറയുന്നല്ലോ, നമുക്ക് ആദ്യം ഷിംന മാമിനെ പരിചയപ്പെടുത്തത് ആൾ. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ ഇമാതിരി നമ്മളെ വൈബില്ല മനുഷ്യ ജീവനെ കണ്ടിട്ടില്ല. ഒരുമാതിരി അമ്മച്ചിയാണെങ്കിൽ നമ്മൾ അതേ വൈബ്. പിന്നെ അതിന്റെ ഇടയിൽ അസ്ലാം ചേട്ടൻ വന്നു. അസ്ലാം ചേട്ടനാണ് പിന്നെ അക്കൗണ്ട്സിന്റെ കാര്യം ഫുൾ പൈസ ചക്കമ്മങ്ങ എന്ത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും പൈസന്റെ കാര്യത്തിലോ എന്തിനെങ്കിലും ഇതിലുണ്ടെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ഒക്കെ വിളിക്കാം. ഇവരെ രണ്ടുപേരാ ശല്യം ചെയ്ത് കൊല്ലാറുണ്ട് എല്ലാരും. അസ്ലാം ചേട്ടനെ വിളിക്കാറുണ്ട്, ഷിംനാവിനെ വിളിക്കാറുണ്ട്. വിളിച്ച് പടാരടക്കും. ഞങ്ങൾക്ക് ഫുൾ കൺഫ്യൂഷൻ സോൾവ് ആക്കിയിട്ടാണ് ഞങ്ങൾക്ക് സെപ്റ്റംബറിൽ ഒരു മീറ്റപ്പ് പോലെ നടത്തിയത്. അത് സെറ്റ് ആയിരുന്നു, ഫുൾ പരിപാടിയൊക്കെ നല്ലതായിരുന്നു. എന്റെ അച്ഛനും നമുക്ക് അപ്പോഴാണ് ആദ്യമായിട്ട് ആശ്വാസം വന്നത്. അതെല്ലാരും കണ്ടപ്പോൾ ഒക്കെ എന്റെ മോള് കുഴപ്പമില്ലാത്ത സ്ഥലത്താ പോകുന്നൊക്കെ തോന്നി തുടങ്ങിയത് അന്നത്തെ സെപ്റ്റംബർ മീറ്റപ്പിലാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങള് എന്താ പറയാ വരുന്ന ദിവസമില്ല മുമ്പത്തെ എല്ലാ സാധനവും സെറ്റ് ആയിരുന്നു. വന്നത്തെ ദിവസം വന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത് ഫോറിൻ ഡിഗ്രി ആയിരുന്നു നല്ലതാണ്. ഞാൻ ഇപ്പൊ വീട്ടിൽ വിളിച്ചിട്ടാണെങ്കിൽ അമ്മയുടെ അടുത്ത് പറഞ്ഞു അത്യാവശ്യം നല്ലതാണ് ഫോറിൻ ഡിഗ്രി ചൂസ് ചെയ്തെന്നൊക്കെ. ഞാൻ പ്രൊമോഷൻ ചെയ്യുന്നല്ല കേട്ടോ, സീരിയസ് ആയിട്ട് പറഞ്ഞത് തന്നെയാണ്. പൊക്കി അടിക്കൊന്നല്ല. നിങ്ങളില്ലേ എന്താ പറയാ, ഞങ്ങളെക്കാളും തെണ്ടി നടക്കാൻ താല്പര്യം നിങ്ങൾക്കാണ്. അപ്പൊ ഞങ്ങളതേ വൈബാണ് സംഭവം പറഞ്ഞു. പക്ഷെ മേമ ഒക്കെ അതിനെ കണ്ടാ മേമ നല്ല ഇഷ്ടാ. മേമ എല്ലാരും ഒന്നിനൊന്നിനും വെച്ച വേറെ ഏജൻസി ഇത്രയും ട്രിപ്പ് എവിടെയും കൊണ്ടുപോയിട്ട് എല്ലാത്തിനും കൂടെ ഉണ്ടായിനെ. നമ്മളെവിടെങ്കിലും കൊണ്ടുപോകാനാണെങ്കിലും നമുക്ക് എല്ലാം അറേഞ്ച് ചെയ്ത് തരാനാണെങ്കിലും. ഞങ്ങളിവിടെ വന്നപ്പം എന്താണ് കുറെ ഏജൻസിയിലെ പിള്ളേര് ആരും ഇല്ലാണ്ട് അവർക്ക് എന്താ ചെയ്യണമെന്നല്ല കഷ്ടപ്പെട്ട് ഞങ്ങൾ കണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം, ഫൈസലൊക്കെ അവരൊക്കെ പോയിട്ട് പറഞ്ഞു മക്കളിൽ നിങ്ങൾക്ക് എന്തുവാണെങ്കിലും ഞങ്ങളോട് ചോദിച്ചാൽ നമ്മുടെ ഏജൻസി എല്ലായിട്ടും അവരെ ഫോറിൻ ഡിഗ്രിക്കാര് ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്തിനെ. വിളിച്ചോണ്ടിരിക്കാണ് പേപ്പറില്ല, ഇതില്ല, വെള്ളമില്ല, എല്ലാം ചെയ്തിരുന്നു. ഇതുണ്ടായിരുന്നില്ല, മുടക്കുണ്ടായിരുന്നില്ല. ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും കഷ്ടപ്പാടായി. ഇതൊന്നും ഞാൻ പൈസ കൊടുത്ത് പറയിപ്പിക്കുന്നതല്ല, ഞങ്ങളായിട്ട് പറഞ്ഞതാ. ഇവർ ഏറ്റവും ബെസ്റ്റ് ആണ്, വൈബുമാണ് മനുഷ്യന്മാര് എല്ലാം ഫുൾ പിള്ളേര് വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ഇതാണ്. ഭയങ്കര സപ്പോർട്ടീവാണ്. കുറെ നെഗറ്റീവ് ആൾക്കാർ കുറെ പുറത്തുണ്ട്, അതില് പെട്ട ആളാണ് ഞാൻ. എന്തെറ്റി എന്നോട് കുറെ നെഗറ്റീവ് പറഞ്ഞ് എന്താ അപ്പം ഞങ്ങൾ രണ്ടുപേര് വരാൻ നിൽക്കുന്നു. കുറെ നെഗറ്റീവ് പറഞ്ഞ് അവള് പിന്നെ പോയി. അവൾക്ക് യൂണിവേഴ്സിറ്റിനെ കുറിച്ചിട്ട് അല്ല ഏജൻസിനെ കുറിച്ചിട്ട്. അങ്ങനെ പിന്നെ ഇപ്പൊ എന്ത് തോന്നുന്നു? സാറ്റിസ്ഫൈഡ് ആണ്, ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ്. ഉള്ളത് പറഞ്ഞോ, ഞാൻ പൊക്കിയെടുക്കുന്നില്ല, ഞാൻ ഉള്ളത് പറയും. അതാ ഞാൻ ആദ്യം പറഞ്ഞു, ഞാൻ പൊക്കിയെടുക്കൊന്നല്ല. എനിക്കിഷ്ടമായി സപ്പോർട്ട്, എന്ത് കാര്യം വേണമെങ്കിലും സപ്പോർട്ട് ചെയ്യാം. ഇപ്പൊ തന്നെ ഇവിടെ ഇറങ്ങിയപ്പോൾ എനിക്കൊരു എമർജൻസി വന്നപ്പോൾ ഞാൻ ഷിംനാമേനോട് പറഞ്ഞു, ഷിംനാമേനുള്ള സംഭവം ഒരുക്കി തന്നെ. അപ്പൊ ഞാൻ ഹാപ്പിയാണ്, സെറ്റാണ്, ഹാപ്പിയാണ്. ഇഷ്ടമാണ്. ഇവിടെ കോളേജ് കണ്ടിട്ട് എന്താ തോന്നിയ? നല്ലതാ. ഓൾറെഡി ഒക്കെ കണ്ട് സെറ്റ് ആയിട്ടാണല്ലേ വന്ന വീഡിയോസില്.
അപ്പൊ അടിപൊളി ആ കണ്ട പോലെ തന്നെയാണുള്ളത്. കണ്ട പോലെ തന്നെ ഒരു മാറ്റമില്ല. അതിനെക്കാട്ടിലും നല്ലതാണ്. വീഡിയോയിൽ കാണുന്ന പോലെ അല്ലല്ലോ റിയൽ ആയിട്ട്. അതെ. ഹോസ്റ്റലൊക്കെ എങ്ങനെയുണ്ട്? ഹോസ്റ്റൽ നൈസ് ആട്ടോ. ഞാൻ റിപ്പീറ്റിന് പഠിച്ച ഹോസ്റ്റലുകൾ എത്രയോ ബെറ്റർ ഇവിടുത്തെ ഹോസ്റ്റൽ. ക്ലീനും ആണ്, പിന്നെ വാഷ്റൂമും ക്ലീൻ ആണ്. നൈസാണ്, മൊത്തത്തിൽ നൈസാണ്. എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തം ഉസ്ബെക്കിസ്ഥാൻ എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ഉള്ളത് പറയണോ? സീരിയസ്ലി ഇവിടെ വന്നതിന് റിഗ്രറ്റ് ഒന്നുമില്ല. നല്ല അടിപൊളിയാണ്. അടിപൊളിയാണ്. എല്ലാവരും അങ്ങനെയല്ല ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് വരാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. പിന്നെ വിസിറ്റ് ചെയ്യാനാണ് എങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ല ഇങ്ങനെ MBBS അങ്ങനെയൊക്കെ നോക്കുന്നത് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ പിന്നെ വിസിറ്റ് ചെയ്യാനാണെങ്കിലും നല്ല തന്നെയാണ്. സെറ്റാണ്. ഇവിടെ എന്താ ഇഷ്ടപ്പെട്ടെ? സ്ഥലങ്ങൾ നൈസാണ്, ആൾക്കാരും നൈസാണ്. ആൾക്കാർ നൈസാണ്. നമ്മളെ മൈൻഡ് ആക്കണവര് നല്ല നൈസാണ്. ചിലവര് നമ്മളെ മൈൻഡ് ആക്കാനേ നിൽക്കൂല. അപ്പൊ നമ്മള് അവരെ ആ ലെവൽ കിട്ടാൻ വിട്ടേക്കണം. മൈൻഡ് ആക്കുന്ന ആൾക്ക് ചില ഇങ്ങോട്ട് വന്നിട്ട് തന്നെ മറ്റേ സ്വർണ്ണപ്പല്ലൊക്കെ വെച്ച് 2 ഉമ്മ വന്നിട്ട് ഫോട്ടോ എടുക്കാൻ ഞങ്ങളെ കൊണ്ടുപോയി. സെലിബ്രിറ്റീസ് നാട്ടിൽ ആരെങ്കിലും വില തരുന്നില്ലെങ്കിൽ ഇങ്ങോട്ട് കയറി പോന്നു. സീരിയസിനൊക്കെ ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാൻ നേരത്തെ ബില്ല് ഉണ്ടാവാറുണ്ട്. ആ ഹോട്ടലിന്റെ പേരും ചോദിച്ചേക്കണേ. നമ്മള് വീഡിയോയിൽ കണ്ടില്ലേ ഒരമ്മമാര് പിന്നെ ഇത് വാങ്ങി പോകുന്നത്. ഞങ്ങളൊന്ന് ചെന്ന് ഫുഡ് കഴിക്കുന്ന സമയത്ത് കുറച്ച് അമ്മമാര് വന്ന് കുറെ ബോണ്ട് ചെയ്ത് ഇതൊക്കെ വാങ്ങി തന്ന് പോയി. സിറ്റിന്നില്ലേ ഞാൻ നടക്കണേ, അതിൽ ഒരാൾ ഒരു നിൽക്കുന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ വിളിച്ചിട്ട് എന്തൊക്കെ പറഞ്ഞു പോന്ന് ഐശ്വര്യ എന്നൊക്കെ വിളിച്ചു. എനിക്ക് മതി, ഞാൻ ഇവിടെ ഇല്ല. ഇതിന്റെ അകത്തൂടെ നടന്ന മാർക്കറ്റിൽ കൂടെ നടന്ന തന്നെ വന്ന മുതലായി.